അവിഹിതത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളും പുരുഷന്മാരും അറിയേണ്ട ഒന്ന് തന്നെയാണ്. നിങ്ങളുടെയൊക്കെ അവസാനം ഒരു കൊലക്കയറുമേലായിരിക്കും, ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മൃഗീയമായ മരണം. ഇതിലൂടെയൊക്കെ തന്നെയായിരിക്കും നിങ്ങളും കടന്നു പോകുന്നത്. അത് ഓർത്തു വെച്ചോളി. എറണാകുളം വൈറ്റില കൊലപാതകത്തിൽ സുധാ ബേബി നേരിട്ടത് ക്രൂരമർദ്ദനം. മുഖത്തിടിച്ച് കല്ലിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് പ്രതി തെളിവെടുപ്പിനിടെ സമ്മതിച്ചിട്ടുണ്ട്. കൊലപാതകം നടത്തിയ റെയിൽവേ ട്രാക്കിന് സമീപം എത്തിച്ചാണ് ഷാജിയുടെ തെളിവെടുപ്പ് നടത്തിയത്. സുധയുമായുള്ള ബന്ധം തന്റെ കുടുംബ ജീവിതത്തെ ബാധിക്കുമെന്ന് കണ്ടാണ് ഷാജി കൃത്യം നടത്തി. ഇനി പോലീസിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരുപാട് വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പ്രതിയുടെ ഫാമിലി ബന്ധത്തിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള നിലയ്ക്ക് വന്നപ്പം ഇദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. ആള് ഫിസ്റ്റ് വെച്ചിട്ട് തന്നെ ഇടിച്ചതാണ്. മൂക്കിനിട്ട് ഇടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. കണ്ണിനിട്ടും മൂക്കിനിട്ടും തലക്കിട്ടും ഒക്കെ. വേറെ വെപ്പണൊന്നുമില്ല, ഫിസ്റ്റ് തന്നെയാണ്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. വിപിൻ, ഒരു ആസൂത്രിത കൊലപാതകമല്ല, സംസാരിക്കാൻ വിളിച്ചതാണ്. ഈ പറഞ്ഞതുപോലെ രഹസ്യബന്ധം പുറത്തറിയുമെന്ന ആശങ്കയിൽ ഷാജി ആ പാവത്തിനെ കൊന്നു, അതും അതിക്രൂരമായി മർദ്ദിച്ച ശേഷം. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? വിപിൻ, ഹൈക്കോടതിയുടെ മുൻ ജീവനക്കാരൻ കൂടിയാണ്, 63 വയസ്സാണ് പ്രായം. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഈ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതായത് കോട്ടയം സ്വദേശിയായിട്ടുള്ള സുധാ ബേബി എറണാകുളത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. ഇവരുമായിട്ടുള്ള ഒരു ബന്ധം ഏകദേശം 20 വർഷത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് പോലീസ് പറയുന്നു. അങ്ങനെയുള്ള ആ ഒരു ബന്ധം ഇപ്പോൾ ഇയാളുടെ വീട്ടിൽ പറയും അല്ലെങ്കിൽ വീട്ടിൽ അറിയും എന്നുള്ള ഒരു നിലയ്ക്ക് വന്നപ്പോൾ അതിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ പൊന്നൂരിണിയിലെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കുകയും അതൊരു കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തത്. ഇത് കുറച്ച് കാലമായി തന്നെ ഇവർ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമുണ്ടായിരുന്നു. ആ ഒരു വൈരാഗ്യം, ദേഷ്യം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിനു മുൻപും ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ള പ്രദേശത്തേക്ക് ഇവർ തമ്മിൽ വന്നിട്ടുണ്ട്, ഇവർ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊരു കൊലപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അവിടെയൊക്കെ തന്നെ വിജനമായി കിടക്കുന്ന ഒരു വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അവിടെ വെച്ച് മൂക്കിനെ ഇടിക്കുകയായിരുന്നു. ക്രൂരമായ മർദ്ദനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മൂക്കിനിടിച്ച് ഈ സുധാ ബേബി അവിടെ വീഴുന്നു. ആ വീഴുന്നത് ഒരു കല്ലിലേക്കാണ്. തലയുടെ പിന്നിലേക്ക് ക്ഷതമേൽക്കുന്നു. ആ ക്ഷതമേറ്റ സമയത്ത് ഇവർ കരയുന്ന സമയത്ത് ഇവരുടെ മുഖം വളരെ ബലമായി തന്നെ പിടിച്ചു വയ്ക്കുകയാണ്. അങ്ങനെ ശബ്ദം ഇല്ലാതാക്കി ഒരു കൊലപാതകം നടത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഒപ്പം തന്നെ ശരീരത്തിൽ രക്തക്കറയുള്ള ഷർട്ട് ഉണ്ടായിരുന്നു. ആ ഷർട്ട് കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസുകളിൽ ഒരുപാട് തവണ ഞാൻ അവിഹിതം എന്ന് പറയുന്ന മാറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും കേട്ടിട്ട് ഒരാളെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അവർക്ക് അവിഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കുടുംബവും വേണ്ട, കുട്ടിയും വേണ്ട, പ്രാരാബ്ദങ്ങളൊന്നും വേണ്ട, അങ്ങ് അഴിഞ്ഞാടി അങ്ങ് ജീവിക്കാം. പെണ്ണെ, നിങ്ങൾ കേൾക്കുക, അവസാനം മാനവും നഷ്ടപ്പെടും, ജീവനും നഷ്ടപ്പെടും, ജീവിതവും നഷ്ടപ്പെടുന്നു. എല്ലാ നഷ്ടങ്ങളും നിങ്ങൾക്ക് തന്നെ ആയിരിക്കാം കൂടുതലും. സുധാ ബേബിയുടെ അമ്മ ഒരു ഹൈക്കോടതി ജീവനക്കാരിയായിരുന്നു. ആ വഴിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ഈ പറയുന്ന ഷാജിയുമായുള്ള പരിചയം. ആ പരിചയം ഒരു സൗഹൃദത്തിലേക്ക് മാറി. ആ സൗഹൃദം ഒരു പ്രണയത്തിലേക്ക് മാറി. പിന്നീട് അത് എല്ലാമായി ഇപ്പോൾ മരണത്തിലേക്കും. ഇതിൽ കൊല്ലപ്പെട്ടുപോയ സുധാ ബേബി എന്ന സ്ത്രീ, അതായത് ഈ 61കാരനായ ഷാജിയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് 20 വർഷത്തിലേറെയായി. ഈ അവിഹിത ബന്ധം ഉലഞ്ഞപ്പോൾ കാര്യങ്ങൾ ആകെ മാറി. ഷാജി ഒഴിവാക്കണം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. സുധാ ബേബി വിവാഹമോചനം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. പൂത്തോട്ടയിൽ നിന്നും കാറിൽ കൊണ്ടുവന്ന സുധ കാറിൽ നിന്ന് ഇറങ്ങാതായപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു. ഈ മർദ്ദനമാണ് സുധയുടെ മരണത്തിലേക്ക് കൊണ്ടുപോയത്. തലക്കേറ്റ അടിയിൽ അവൾ ബോധരഹിതയായി. ജീവൻ പോയതും ആ നിമിഷം തന്നെ. അതിനുശേഷം ട്രെയിൻ തട്ടി മരിച്ചതാണെന്ന് വരി തീർക്കാൻ വേണ്ടി സുധയുടെ ഡെഡ് ബോഡി റെയിൽപാളത്തിന്റെ അരികെ കൊണ്ടിട്ടു. പക്ഷേ കൊണ്ടിട്ട് റെയിൽപാളമാണെങ്കിലോ അവിടെ കൂടി ട്രെയിൻ പാസ് ചെയ്യാത്തത്. അവിടെയാണ് ഷാജിക്ക് തെറ്റുപറ്റിയത്. 65കാരൻ 45കാരിയുമായുള്ള ഒരു അവിഹിത ബന്ധത്തിൽ പൊലിഞ്ഞത് അവളുടെ ജീവിതമാണ്. അവൾ ഭീഷണിപ്പെടുത്തിയത് ഒരു വാക്ക് മാത്രമായിരുന്നു, എല്ലാം വീട്ടിൽ അറിയിക്കും. ഇതാണ് അവൻ ഭയന്നത്, അതായത് ഈ 61കാരൻ ഭയന്നത്. അവിഹിതം കാരണം ഒരുപാട് ജീവിതങ്ങൾ ഉലഞ്ഞു പോയിട്ടുണ്ട്. അതായത് മരണത്തിലോട്ടാണ് ഇതെല്ലാം എത്തിച്ചേരുന്നത്. അതായത് ഈ പറയുന്ന ഷാജിക്ക് സുധാ ബേബിയെ കൊല്ലാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിഹിത ബന്ധത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വീട്ടിൽ അറിയിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ഷാജിക്ക് ഈ പറയുന്ന സുധാ ബേബിയെ കൊല്ലാനുള്ള കാരണമുണ്ടായത്. അതായത് ഈ പറയുന്ന ഷാജി എന്ന വ്യക്തിയും ആലോചിച്ച ഒന്ന് മാത്രം, ഈ അവിഹിത ബന്ധം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള അദ്ദേഹത്തിന്റെ വിലയും നിലയും എല്ലാം പൊളിഞ്ഞു പോകുമെന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ്
ഇദ്ദേഹത്തെ ഈ ക്രൂര കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ഇതൊരിക്കലും ഒരു പ്ലാൻഡ് മർഡർ ഒന്നുമല്ല, പക്ഷെ ഇതൊരു ഒരു നിമിഷത്തെ ചിന്തയാണ്. ഇങ്ങനെയാണ് എല്ലാ അവിഹിത ബന്ധങ്ങളും അവസാനിക്കാൻ പോകുന്നത് പോലും. അതായത് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധം വീട്ടിലും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അയാളുടെ ഒരു ഇമേജിന് കോട്ടം തട്ടും. അത് പറ്റത്തില്ല. ഈ അഭിഹിതത്തിന് പോണവർക്കൊക്കെ ഈ കുടുംബം അറിയും, മറ്റുള്ളവരറിയും, നാട്ടുകാരറിയും എന്നുള്ള കാര്യമൊന്നും മുമ്പൊന്നും അറിയത്തില്ല. ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നേ ഒന്നും ഇവർക്കൊന്നും അറിയത്തില്ല. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വേണ്ടേ ഈ അഭിഹിതത്തിനൊക്കെ പോകാനായിട്ടും. നിങ്ങൾ ഈ അഭിഹിതത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഫാമിലിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല? പെട്ടെന്ന് പൊട്ടിമുളച്ചാണോ ഈ ഫാമിലി എന്നൊക്കെ പറയണത്? ഈ സോഷ്യൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മുളച്ചുണ്ടായതാണോ? അല്ലല്ലോ. എൻ്റെ അറിവിൽ ഇയാൾക്ക് 10-20 വർഷം എന്ന് പറയുമ്പോൾ തന്നെ ഒരു 40 വയസ്സുള്ളപ്പോൾ ഇയാൾ ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കണേ ഈ പെണ്ണുമായിട്ട്. അതായത് ഈ പെണ്ണിന് അപ്പം എന്ത് പ്രായമുണ്ട്? ഈ പെണ്ണിന് ഇപ്പം 45 വയസ്സ് പ്രായമുണ്ടെങ്കിൽ അന്നേരം എന്ത് പ്രായമുണ്ട്? അതായത് ഈ സുധാ ബേബിക്ക് ഒരു 25 വയസ്സുള്ളപ്പോഴും ഇയാൾക്കൊരു 40 വയസ്സുള്ളപ്പോഴും തുടങ്ങിയ ബന്ധമാണ്. അപ്പോഴൊന്നും ഇയാൾക്ക് ഈ ഫാമിലിയും ഈ സോഷ്യൽ സ്റ്റാറ്റസും ഒന്നും തന്നെ ഉണ്ടായില്ല. ഈ അവിഹിതം എന്ന് പറയുമ്പോൾ ഒരു കരിമ്പ് പോലെയാണ്. അതായത് ആദ്യം നല്ല മധുരിക്കും, പിന്നെ അതിൻ്റെ യൂസ് അങ്ങ് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ചവച്ച് തുപ്പാനേ എല്ലാവരും നോക്കുകയുള്ളൂ. അങ്ങനെ ചവച്ച് തുപ്പുന്നത് ഒരു ജീവനായിരിക്കും. അതാണ് എല്ലാ അവിഹിതത്തിൻ്റെ അവസാനമാകുന്നത്. എല്ലാ അവിഹിതത്തിൻ്റെ ക്ലൈമാക്സ് ഇതുപോലെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ കുറെ ശാരീരിക താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബം കൂടിയായിരിക്കും ഈ അപമാന ഭാരങ്ങളൊക്കെ പേറേണ്ടി വരുന്നത്. അതും കൂടി നിങ്ങൾ ആലോചിക്കുക. ചിലരുണ്ട് ഈ അവിഹിതത്തിലൊക്കെ ഏർപ്പെട്ടിട്ട് ഇതൊന്നും ആരും അറിയില്ല, ആരും തൻ്റെ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കത്തില്ല, താൻ എല്ലാവരും പൊട്ടന്മാരാക്കുകയാണ് അല്ലെങ്കിൽ പൊട്ടിമാരാക്കുകയാണ് എന്നെല്ലാം വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെക്കാളും നിങ്ങളെ നിരീക്ഷിക്കുന്ന മറ്റൊരാളായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് മാത്രമാണ് ഈ ജീവിച്ചു പോകുന്നത്. ഇതൊന്നും കൊണ്ട് നമ്മുടെ ആന്റിമാരും അങ്കിൾമാരും ഒന്നും പേടിക്കില്ല. അവർ ഈ ബന്ധങ്ങളൊക്കെ തുടർന്നു കൊണ്ടേയിരിക്കും. അവസാനം ഇങ്ങനെ ഓരോന്നിനും വന്ന് എത്തിച്ചേരുകയും ചെയ്യും. അവിഹിതത്തിന് പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന ചേച്ചിമാരോടും ചേട്ടന്മാരോടും അങ്കിൾമാരോടും ആന്റിമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം. അതായത് അവിഹിതത്തിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കുള്ള പെട്ടി കൂടി നിങ്ങൾ തയ്യാറാക്കി വെക്കുക.